നമ്മുടെ നാട്ടിലെ ചെറിയൊരു പ്രശ്നമാണത്. ഒരു മരിച്ചു കഴിഞ്ഞൊരു വീട്ടിലേക്ക് ചെന്നാൽ എന്താണ് സമാധാനിപ്പിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു വിഷയം. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ആരെയും കുറ്റപ്പെടുത്തല്ല, നമുക്കത് അറിയില്ല. നമ്മൾ ചെന്നിട്ട് എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കും. പടച്ചോനെ, 100 ആള് ചോദിച്ചു പോയ ചോദ്യമായിരിക്കും. ഏത് കുട്ടിയെ മരിച്ചത്, ആദ്യത്തേതോ രണ്ടാമത്തെ, നിങ്ങളൊന്നും ചോദിക്കണ്ട. നമ്മളൊരു സ്ഥലത്ത് ആശ്വസിപ്പിക്കാമെന്ന് ചെന്നാൽ അള്ളാഹു സ്വർഗം തരട്ടെ, സ്വർഗത്തിൽ പടച്ചോൻ കാണിച്ചു തരട്ടെ, അള്ളാഹു നമുക്ക് ക്ഷമ തരട്ടെ, ഇത്രയേ പറയാവൂ. അതിനപ്പുറം നമ്മൾ പറയുന്നതൊക്കെ അവരെ വേദനിപ്പിക്കും. നമ്മൾ വിചാരിക്കും എന്തേലും ചോദിക്കണ്ടേ. ചില പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അതറിയില്ല എന്താ ചോദിക്കണ്ടേ. അവിടെ ചെന്നിട്ട് എന്തേ പറ്റിയത്, ഇങ്ങോട്ട് വന്ന് കുത്തിയതാ, അവ അങ്ങോട്ട് പോയി കുത്തി, എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? കുട്ടി മരിച്ചു, ആ സങ്കടത്തിലാണ് അവരിയ്ക്കുന്നത്. മോൻ അവിടെ നിന്ന് മരിച്ചു, മോള് മരിച്ചു, വെള്ളത്തിൽ മുങ്ങിയിട്ടോ പുഴയിൽ ചാടിയിട്ടോ എന്തോ ആകട്ടെ, ആ കുട്ടിക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ഒന്ന് ദുആ ചെയ്തിട്ട് പോരെ, വേറൊന്നും നിങ്ങൾ ചോദിക്കരുത്. അത് ചോദിക്കും തോറും ആ മുറിവ് ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും എന്തേലും ചോദിക്കണ്ടേ, അപ്പൊ ഇങ്ങനെ കഥ ചോദിക്കും. കഥ ചോദിക്കരുത്, അവര് മറന്നോട്ടെ. സമയം ചില ദുഃഖങ്ങളെ മായ്ച്ചു കളയുന്ന, അതിന് നമ്മൾ അനുവദിക്കണം. നമ്മൾ ആളുകൾ ദയവ് ചെയ്ത് എന്റെ സഹോദര സഹോദരിമാർ, ഒരു വേദനിക്കുന്ന ഒരു കുടുംബത്തിനും ചെന്നിട്ട് ആ അപകടത്തെക്കുറിച്ച് ചോദിക്കരുത്. ഖലാസ്, അത് നിങ്ങൾ പുറത്തുനിന്ന് ആരോടെങ്കിലും ചോദിച്ചോ, ആ വീട്ടുകാരോട് ചോദിക്കരുത്. അവർക്ക് വേദന ഉണ്ടാക്കും. മനസ്സിങ്ങനെ പാകപ്പെട്ട് വരുമ്പോഴായിരിക്കും കഥ അവ്വല് മുതൽ ആഖിർ വരെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പുറത്തുനിന്ന്. നമ്മൾ ആരും ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റുമോ, പോയി കണ്ടോ, ഇല്ല ആ വീട്ടുകാരെ കണ്ട് സലാം പറഞ്ഞു പോര്. ആ ദുഃഖം അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യവും നമ്മൾ ചോദിക്കരുത്, ചോദിക്കാൻ പാടില്ല. നമ്മൾ ആശ്വസിപ്പിക്കാനല്ലേ പോകുന്നത്. നമുക്ക് ആശ്വസിപ്പിക്കൽ എങ്ങനെയാണെന്ന് അറിയാത്തൊരു വിഷയമുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. നമുക്കങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക? ആ ദുഃഖത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആ ദുഃഖത്തിലേക്ക് പോവല്ലേ. 3 ദിവസമാണ് മഅ്സം. ഔദ്യോഗികമായ ദുഃഖാചരണം ഇസ്ലാമിൽ 3 ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ഉണ്ടാവും, മരണം വരെ ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും, പക്ഷെ ആചരണമില്ല. ദുഃഖാചരണം 3 ദിവസമുണ്ട്. ആ 3 ദിവസം കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് മറക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. നോർമലി ബിഹേവ് ചെയ്യുക, ഒന്നും സംഭവിക്കാത്ത പോലെ. അവർക്ക് എന്താ വേണ്ടത്, കുടിക്കണോ, എന്താ വേണം, എന്താ ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാവട്ടെ. എന്നല്ലാതെ ആ മുറിവിനെ കുറിച്ച് മരണത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കരുത്. അവരോട്, ആ വീട്ടുകാരോട് ചോദിക്കരുത്. ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട് പലപ്പോഴും. ഞാൻ ആ വീട്ടുകാരോട് തന്നെ പറഞ്ഞു, ആ മരണം സംഭവിച്ചു വിട്ടില്ല. ഞാൻ പറഞ്ഞു, ആരെയും സന്ദർശകർ അനുവദിക്കേണ്ട, അവരൊന്ന് മനസ്സ് പാകപ്പെടട്ടെ. സന്ദർശകരെ വിളിച്ച് എന്താ വിളിച്ചു എന്ന കാര്യം, ആളുകൾ വന്ന് കണ്ടിട്ട് എന്താ കാര്യം, ഇതല്ലേ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ മനസ്സ് വേദനിക്കും. അള്ളാഹു ആശ്വാസം നൽകട്ടെ, അള്ളാഹു ആശ്വാസം നൽകട്ടെ. നാളെയോ മറ്റന്നാളോ നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കൾക്കും ഇതുപോലെ വല്ല അനുഭവം വരുമ്പോഴാണ് ആ ദുഃഖത്തിന്റെ ഭാരം എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു പടച്ചതമ്പുരാന്റെ ഖലാഉകൾ നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു മുസീബത്തുകൾ ഇറക്കുമ്പോൾ അതിന് കണക്കായ ക്ഷമയും അള്ളാഹു ഇറക്കുന്നുണ്ടെന്നാണ്. അള്ളാഹു ആ ക്ഷമ കൊണ്ട് നമ്മളെയും, ഏത് പ്രയാസമുള്ള ആളുകളുണ്ട് അവരൊക്കെ എല്ലാവർക്കും അള്ളാഹു തആല ആശ്വാസം നൽകട്ടെ. ആമീൻ. ജാതിയും മതമൊന്നും ബാധകമല്ല. ദുഃഖം എല്ലാവരുടെയും ദുഃഖമാണ്. മക്കൾ എല്ലാവർക്കും മക്കളാണ്. മാതാപിതാക്കൾ എല്ലാവർക്കും മാതാപിതാക്കളാണ്. അത് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ജൂതന്റെയും ക്രിസ്ത്യാനിയാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യരുടെ ദുഃഖവും മനുഷ്യരുടെ വികാരവും ഒന്നാണ്. ആ വികാരത്തെ നമ്മൾ മനസ്സിലാക്കുകയും ആ ദുഃഖത്തിൽ അവരോട് ഒപ്പം താങ്ങായി നിന്ന് അവർക്ക് മനസ്സിന് ആശ്വാസം നൽകാൻ കഴിയണമെന്ന്. എന്തുകൊണ്ടെന്നറിയോ? ജന്മം കഴിഞ്ഞാൽ മരണം അള്ളാഹു എഴുതി വെച്ചതാണ്. 8ാമത്തെ ഘട്ടം അതാണ്. 9ാമത്തെ